അവയെ ആരോ വെട്ടി കേട്ടോ. കണ്ട കാലിരിക്കുന്നുണ്ടോ വാവയുടെ? ഇത് മുഴുവൻ ഇങ്ങനെ പൊളന്നു പോയിരിക്കുകയാണ്. അയ്യോ പാവം, എന്ത് വേദനയായിരിക്കും അവന്. ഇന്നലെ അവൻ ഇവിടെ രാത്രി ഞാൻ ചോറ് കൊടുക്കുമ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് ഇവിടെ കിടന്നപ്പം ടീപ്പോയിലാണ് കിടന്ന് തുണി വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ തുണിയിൽ നിറച്ച് ബ്ലഡ്. അപ്പം ഞാൻ വിചാരിച്ചു അയ്യോ വാവയെ കൈ മുറിഞ്ഞോന്ന് ചോദിച്ചാൽ പെരുമഴയത്ത് ഞാൻ പോയി മുറിവെട്ടി എന്ന് പറഞ്ഞ ഇലയുണ്ടല്ലോ അതെടുത്തുകൊണ്ട് വന്ന്. അപ്പം ഞാൻ തന്നെ ഈ കയ്യിൽ ഒരു ചെറിയ മുറിവാണ് കണ്ടത്. കൈ കാണാം ഇവിടെ. അപ്പം ഞാൻ വിചാരിച്ചു ഈ മുറിവിന് ഇത്രയും രക്തം വന്നോന്നും വിചാരിച്ചു. ഏതായാലും ഭാഗ്യം കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ആ മുറിവിൽ മുറിവെട്ടി പിഴിഞ്ഞ് വയ്ക്കുകയും ചെയ്തു പെരുമഴയത്ത്. പിന്നെ ഞാൻ ഇന്ന് രാവിലെ നോക്കി ആഹാരം കൊടുക്കുമ്പോഴാണ് ഈ കാലിലെ ഈ ഭയങ്കര മുറിവ് കണ്ടത്. അയ്യോ കണ്ടോ, ഇത് ഭയങ്കരമായിട്ട് പൊളന്നിരിക്കുകയാണ്. ഇതിനകത്ത് ഞാൻ പിന്നെ ഇപ്പോൾ മുറിവെട്ടിയൊക്കെ വെച്ച് 2 പ്രാവശ്യം വെച്ചു. അപ്പോൾ അവൻ പക്ഷേ നക്കി തുടയ്ക്കും, അതാണ് കാര്യം. ഭയങ്കരമായിപ്പോയി അമ്മ. ആരാണോ എന്ത് വെട്ടിയത്? അവരുടെ വീട്ടിൽ ചെന്ന് അക്രമം കാണിച്ചല്ലെങ്കിൽ അവിടെ പോയി നിന്നപ്പോൾ വെട്ടി കാണുമായിരിക്കും. അവൻ്റെ അനിയൻ ഒരാൾ വന്നു കാണാനായിട്ട്. മിക്കിയാണ് വന്നത്. മിക്കിയെ തൊട്ട് എന്താ കോങ്കണ്ണം കണ്ണ് തുറന്നുണ്ട്. മിക്കിയെ അതാ ചേർത്ത് പിടിച്ച് നക്കുന്നുണ്ട് അവൻ. കാണാൻ പറ്റണ്ട, ചേർത്ത് പിടിച്ച്. കാറിൻ്റെ പുറത്താണ് കേട്ടോ എല്ലാ പരാക്രമവും. കണ്ടോ, മിക്കിക്കൊക്കെ അറിയാം അവൻ നല്ല പിന്നെ മുറിവുണ്ടെന്ന്. മിക്കിയെ കണ്ട ചേർത്ത് പിടിച്ച് കാണിക്കുന്നുണ്ട്. മിക്കി ചിലപ്പം വിഷമിക്കാതിരിക്കാൻ വന്നതായിരിക്കും. എല്ലാവരും എൻ്റെ പാവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മുറിവ് പെട്ടെന്ന് ഉണങ്ങാൻ കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം.